أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سورة أنزلناها وفرضناها وأنزلنا فيها آيات بينات لعلكم تذكرون. الزانية والزاني فاجلدوا كل واحد منهما 100 جلدة ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين. والذين يرمون المحصنات ثم لم يأتوا ب4 شهداء فاجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1739 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായമായ സൂറത്ത് നൂറിൻ്റെ ആമുഖമാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൻ അൻസൽനാഹാ വഫറദ്നാഹാ വഅൻസൽനാ ഫീഹാ ആയാതിൻ ബയ്യിനാത് ലഅല്ലകും തദക്കറൂൻ. الزانية والزاني فاجلدوا كل واحد منهما 100 جلدة ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما طائفة من المؤمنين. الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين. والذين يرمون المحصنات ثم لم يأتوا ب4 شهداء فاجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم. صدق الله العلي العظيم. വിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായം സൂറത്തുൻ നൂർ. ഈ സൂറത്തിൽ ആദ്യത്തെ 5 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തിലെ ആയത്തുകളുടെ വിശദീകരണങ്ങളൊന്നും ഞാനിപ്പോൾ നടത്തുന്നില്ല. ഒരു 2-3 സെഷനുകൾ തന്നെ വേണ്ടി വരുന്ന വിധത്തിൽ ഈ സൂറത്തിനെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രക്രിയ, അതിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ ഉള്ളടക്കവും ഒക്കെ മനസ്സിലാകുന്ന വിധത്തിൽ പ്രതിപാദിക്കാൻ 2-3 സെഷൻസ് വേണ്ടി വരും എന്നതുകൊണ്ട്
ആയത്തുകളുടെ വിശദീകരണത്തിലേക്ക് ഞാനിപ്പോ കടക്കുന്നില്ല. ഈ സൂറത്തിനെ പൊതുവായി പരിചയപ്പെടുത്തുന്നതിന്റെ ഒരു ഫസ്റ്റ് ഫേസ് എന്ന നിലക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത്. ഞാനത് ഒന്ന് സ്ട്രക്ചർ ചെയ്ത് ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. അത് ആ ക്രമം അനുസരിച്ച് കാര്യങ്ങൾ വിവരിക്കും. അപ്പൊ അതിന്റെ ആദ്യ ഭാഗമാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായമാണിത്. സൂറത്ത് നൂർ. അന്നൂർ എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ് അർത്ഥം. ദ ലൈറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. പ്രകാശം. ഇതിലെ ഈ സൂറത്തിലെ 35-ാമത്തെ ആയത്തിലും അതുപോലെ 40-ാമത്തെ ആയത്തിലും ഈ പദം വരുന്നുണ്ട്. അന്നൂർ എന്ന പദം വരുന്നുണ്ട്, ആവർത്തിച്ചു വരുന്നുണ്ട്. ആ പരാമർശത്തിൽ നിന്നാണ് ഈ സൂറത്തിന് സൂറത്തു നൂർ എന്ന പേര് ലഭിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രകാശത്തെക്കുറിച്ചാണ്, പ്രപഞ്ച സാകല്യത്തെ പ്രഭാവലയത്തിൽ കൊണ്ടുവരുന്ന ദൈവിക പ്രകാശത്തെക്കുറിച്ചാണ് അവിടെ പരാമർശിക്കപ്പെടുന്നത്. മനുഷ്യഹൃദയങ്ങളിലെ കൂരിരുട്ട് വകഞ്ഞു മാറ്റി അവിടെ പ്രകാശപൂരിതമാക്കുന്ന ദിവ്യ വെളിച്ചത്തിന്റെ ഒരു സ്രോതസ്സായിട്ട് നമുക്ക് ഈ സൂറത്തിനെയും ഈ സൂറത്ത് ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഖുർആനെയും പൊതുവായിട്ട് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഈ സൂറത്തിന്റെ പേര് ഞാൻ സൂചിപ്പിച്ചതുപോലെ 35-ാമത്തെ ആയത്ത് അല്ലാഹു നൂറുസ്സമാവാതി വൽ അർള് മസലു നൂരിഹി കമിഷ്കാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആയത്ത്. ആ ആയത്തിൽ നിന്നുള്ള പ്രയോഗമായിട്ടാണ് ഈ സൂറത്തിന്റെ തലക്കെട്ട് അന്നൂർ എന്നത് സ്വീകരിക്കപ്പെടുന്നത്. ഈ ആയത്ത് വിശേഷിച്ച് ആയത്തുൻ നൂർ എന്നാണ് അറിയപ്പെടുന്നത്. ആയത്തുൻ നൂർ, ആയത്തുൽ കുർസിയൊക്കെ പോലെ പ്രാധാന്യമുള്ള ഒരു ആയത്താണിത്. ആയത്തുൻ നൂർ. ആയത്തുൽ കുർസി സൂറത്തുൽ ബഖറയിൽ 255-ാമത്തെ ആയത്താണെന്നാണ് എന്റെ ഓർമ്മ. അത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആ ആയത്ത് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിത്യജീവിതത്തിന്റെ അനിവാര്യമായ ഒരു ഭാഗമായിട്ട് മനസ്സിലാക്കപ്പെടുന്ന ഒരു ആയത്താണ് ആയത്തുൽ കുർസി. അള്ളാഹുവിന്റെ സൃഷ്ടിപ്രപഞ്ചത്തിന്റെ മേലുള്ള അധികാര പീഠം, അള്ളാഹുവിന്റെ മഹത്വം, അള്ളാഹുവിന്റെ ഖുദ്റത്ത്, അള്ളാഹുവിന്റെ എല്ലാറ്റിന്റെ മേലുമുള്ള ആധിപത്യം ഒക്കെ വെളിപ്പെടുത്തുന്ന ആയത്താണ് ആയത്തുൽ കുർസി. കുർസി എന്ന് പറഞ്ഞാൽ കസേര എന്നാണ്. അള്ളാഹുവിന്റെ അധികാര പീഠത്തെയാണ് അവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അതേപോലെ അള്ളാഹുവിന്റെ പ്രകാശത്തെയാണ് ഈ സൂറത്തു നൂറിലെ 35-ാമത്തെ ആയത്തില് പരാമർശിക്കുന്നത്. അതേപോലെ തന്നെ സാന്ദർഭികമായി ഈ സൂറത്തില് ശ്രദ്ധേയമായി വരുന്ന മറ്റൊരു ആയത്ത് കൂടിയുണ്ട്. അത് ആയത്തുൽ ളുലുമാത്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അന്ധകാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, അന്ധകാരങ്ങളെ കുറിച്ച് പറയുന്ന ആയത്ത്. അപ്പോ വെളിച്ചവും ഇരുട്ടും നമുക്ക് പരിചയമുള്ള ബൈനറീസ് ആണ്, വിരുദ്ധ പ്രതിഭാസങ്ങളാണ്. ഇരുട്ട് വെളിച്ചത്തിന്റെ ഒരു എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരു ആശയമായിട്ട് നമുക്ക് കാണാൻ കഴിയും. വെളിച്ചം കടന്നു ചെല്ലുന്നിടത്ത് നിന്ന് ഇരുട്ട് വകഞ്ഞു മാറ്റപ്പെടുന്നതും കാണാം. രാവിനെയും പകലിനെയും ഉപമകളായി സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു സമാനമായ ആശയം പലയിടത്തും പങ്കുവെക്കുന്നതും നമ്മൾ വിശുദ്ധ ഖുർആനിൽ ഇതിനകം കാണുകയുണ്ടായിട്ടുണ്ട്. അപ്പോ ഇരുട്ടാണ്
ഇതിലെ ശ്രദ്ധേയമായ ഒരു വിഷയം, ഏറ്റവും പ്രാധാന്യമുള്ള ഇതിന്റെ കേന്ദ്ര ആശയം അടങ്ങിയിട്ടുള്ളത് ഈ ആയത്ത് നൂറിലാണ്. പ്രകാശത്തെ കുറിച്ചാണ് അത് പറയുന്നത്. പ്രകാശത്തിനൊരു സ്രോതസ് തീർച്ചയായിട്ടും വേണം. നമുക്ക് ആ കാര്യങ്ങളൊക്കെ ആ ആയത്തുകളുടെ പഠനത്തിന്റെ സന്ദർഭത്തിൽ പ്രതിപാദിക്കാമെന്നാണ് വിചാരിക്കുന്നത്. വിശുദ്ധ ഖുർആനില് നൂർ എന്ന പദം 1036 തവണ ആവർത്തിച്ചു വരുന്നത് കാണാൻ കഴിയും. പലപ്പോഴും നൂർ എന്ന വാക്ക്, അന്നൂർ എന്ന വാക്ക് ആവർത്തിച്ച് ഒരേ ആയത്തിൽ തന്നെയും കാണാൻ സാധിക്കും. ഈ സൂറത്തിന്റെ പ്രാധാന്യം തീർച്ചയായിട്ടും, ഇത് മദീനയിൽ അവതരിച്ച സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദീനയിലെ ആദ്യത്തെ 5 വർഷം പിന്നിട്ടതിന് ശേഷം ഹിജ്റ 6-ാം വർഷത്തിലാണ്, ഹിജ്റയ്ക്ക് ശേഷം 6-ാം വർഷത്തിലാണ് ഈ സൂറത്ത് അവതരിച്ചതായിട്ട് ഗവേഷകര് സ്ഥാപിക്കുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സൂക്ഷ്മമായ വിലയിരുത്തൽ നടത്തിയിട്ട് പ്രതിപാദിക്കുന്നത്. ഈ സൂറത്തുമായി ബന്ധമുള്ള മറ്റൊരു സൂറത്താണ് സൂറത്തുൽ അഹ്സാബ്. ഖന്തഖ് യുദ്ധം എന്ന് കേട്ടിട്ടുണ്ടാകും. കിടങ്ങ് കുഴിച്ചുകൊണ്ട് അതിശക്തമായ പ്രതിരോധം തീർത്ത ഒരു യുദ്ധം. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അഹ്സാബ് എന്നാണ് ശത്രുപക്ഷത്തെ പരാമർശിച്ചുകൊണ്ട് ഖുർആൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ആ യുദ്ധത്തിന് അഹ്സാബ് യുദ്ധം എന്ന പേര് കൂടി വരുന്നത്. സഖ്യകക്ഷികൾ എന്നാണ് അതിന്റെ അർത്ഥം. ഇസ്ലാമിന് എതിർചേരിയിലുള്ള മക്കയിലെ മുശ്രിക്കുകളും കുഫാറുകളും അവരെ പിന്തുണച്ചുകൊണ്ടുണ്ടായിരുന്ന ഗോത്രങ്ങളും മദീനയിലെ യഹൂദ ഗോത്രങ്ങളും മുസ്ലിം ചേരിയിൽ തന്നെ നിലക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിനോട് ദ്രോഹം ചെയ്തുകൊണ്ടിരുന്ന മുനാഫിക്കുകളും, ഇവരെല്ലാവരും തന്നെ കൈകോർത്തുകൊണ്ട് ഇസ്ലാമിനെതിരെ ആഞ്ഞടിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സംഘത്തെ തകർത്തു കളയാൻ വേണ്ടി രംഗത്ത് വന്ന ഹിജ്റ 5-ാം വർഷത്തിലെ 5-ാം വർഷം ഏകദേശം അതിന്റെ അവസാനത്തില് അവരെ മദീനയെ ആക്രമിച്ചുകൊണ്ട് നടത്തിയ യുദ്ധമാണ് ഖന്തഖ് യുദ്ധം അഥവാ അഹ്സാബ് യുദ്ധം. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ പക്ഷത്തെ പരാമർശിച്ചു പറയുമ്പോൾ അത് അഹ്സാബ് യുദ്ധമാണ്. ഇസ്ലാമിന്റെ പക്ഷത്തെ പരാമർശിച്ചുകൊണ്ട് പറയുമ്പോൾ അത് ഖന്തഖ് യുദ്ധമാണ്. അഹ്സാബിനെ നേരിടാൻ മുസ്ലിങ്ങൾ ഖന്തഖ് ഉണ്ടാക്കിക്കൊണ്ട്, കിടങ്ങുണ്ടാക്കിക്കൊണ്ട് പ്രതിരോധം തീർത്ത് അത്യുഗ്രൻ വിജയം നേടിയ ഒരു യുദ്ധം. ഇതിനു ശേഷമാണ് ഈ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലാണ്. അഹ്സാബ് അൽ അഹ്സാബ് എന്ന പേരിൽ ഒരു സൂറത്ത് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. നമ്മൾ ആ സൂറത്ത് പഠിച്ചിട്ടില്ല, അതിലേക്ക് എത്താനിരിക്കുന്നേ ഉള്ളൂ. അപ്പോ അൽ അഹ്സാബ് സൂറത്ത് അവതരണത്തിന് ശേഷം മറ്റൊരു യുദ്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നയിക്കേണ്ടി വരുന്നുണ്ട്. ആ യുദ്ധത്തിന്റെ പേര് ബനുൽ മുസ്തലിഖ് ഗോത്രവുമായുള്ള യുദ്ധം എന്നതാണ്. ബനുൽ മുസ്തലിഖ് യുദ്ധം. ഇസ്ലാമിനെതിരില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കുന്നതിന് വേണ്ടി ശത്രുക്കളുമായി കൈകോർത്തുകൊണ്ട് ബനുൽ മുസ്തലിഖുകാര് ഒരു യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞപ്പോ ഹിജ്റ 6-ാം വർഷത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഒരു സൈന്യവുമായിട്ട് അവരെ നേരിടാൻ വേണ്ടി പോവുകയും അവരെ മുഴുവനും, ആ ഗോത്രക്കാരെ മുഴുവനും ബന്ദികളായി പിടിച്ചുകൊണ്ട് യുദ്ധം വിജയം നേടുകയും ചെയ്ത ഒരു സംഭവമാണത്. ആ യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന ഘട്ടത്തിൽ, മടക്കയാത്രയിൽ ഉണ്ടായ ചില സംഭവങ്ങളെയാണ് ഈ സൂറത്തില് മുഖ്യമായിട്ട് പ്രതിപാദിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ആ മടക്കയാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും മദീനയിൽ എത്തുന്നതിന്റെ കുറച്ചു മുമ്പായി ഒരിടത്ത് രാത്രി തങ്ങുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഉണ്ടായ ചില സംഭവങ്ങൾ.
അപ്പൊ ഇതാണ് ഈ സൂറത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ അഹ്സാബ് അവതരിച്ച് അഹ്സാബ് യുദ്ധ സംബന്ധമായ വിഷയങ്ങളൊക്കെ പ്രതിപാദിക്കപ്പെട്ടതിന് ശേഷം ഉള്ള ഒരു ഘട്ടത്തിൽ വളരെ ഒന്നും വൈകാതെ തന്നെ മാസങ്ങൾക്കുള്ളിൽ അവതരിക്കുന്ന മറ്റൊരു സൂറത്താണ് സൂറത്തുൻ നൂർ. ഈ രണ്ട് സൂറത്തിനെയും ആശയപരമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വിഷയവുമുണ്ട്. ഇസ്ലാമിലെ ഹിജാബിന്റെ നിയമങ്ങള് നൽകപ്പെടുന്നത് ഈ രണ്ട് സൂറത്തുകളിലായിട്ടാണ്. പർദ്ദ ആയത്തുകൾ എന്ന് ചില മുഫസ്സിറുകൾ ചൂണ്ടിക്കാണിക്കുന്ന പർദ്ദയുടെ വിധി, പർദ്ദ സംബന്ധമായ സ്ത്രീകളുടെ വസ്ത്ര രീതികളെ കുറിച്ച് പരാമർശിക്കുന്ന, അത് സംബന്ധമായ നിർദ്ദേശം നൽകുന്ന ആയത്തുകൾ ഈ സൂറത്തുകളിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ പർദ്ദ വിധികൾ നൽകപ്പെടുന്ന സൂറത്തുകളാണ് ഇത് രണ്ടും. അതിന്റെ പർദ്ദ വിധികളുടെ തുടക്കം സൂറത്തുൽ അഹ്സാബിലും അതിന്റെ പൂർത്തീകരണം സൂറത്തുൻ നൂറിലുമായിട്ടാണ് നിർവഹിക്കപ്പെടുന്നത്. വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ യുക്തിഭദ്രമായ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ ചുരുക്കി പറയുകയാണ്. സങ്കീർണതകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോ വളരെ ഗഹനമായ, വളരെ യുക്തിഭദ്രമായ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ വളരെ ശ്രദ്ധേയരായ പണ്ഡിതന്മാർ എത്തിച്ചേരുന്ന കൺക്ലൂഷൻ പർദ്ദാവിധികളുടെ തുടക്കം സൂറത്തുൽ അഹ്സാബിലായിരുന്നു, അതിന്റെ പൂർത്തീകരണം സൂറത്തുൻ നൂറിലാണ് എന്നതാണ്. ഇതിൽ പ്രതിപാദിക്കപ്പെടുന്ന വേറെ വിഷയങ്ങളുമായിട്ട് അതിന് ബന്ധവുമുണ്ട്. അപ്പോൾ സൂറത്തുൽ അഹ്സാബിന്റെ അവതരണ ശേഷം മാസങ്ങൾ പിന്നിട്ടതിന് ശേഷം അവതരിക്കുന്ന സൂറത്താണ് സൂറത്തുൻ നൂർ. ഈ സൂറത്തിന്റെ അവതരണത്തിന്റെ പശ്ചാത്തലം, അതിന്റെ അവതരണ സമയത്തിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കേണ്ടായത്. തുടക്കത്തില് ഹിജ്റ 5-ാം വർഷത്തിന്റെ അവസാനത്തിൽ നടന്ന അഹ്സാബ് യുദ്ധത്തിനെ തുടർന്ന് സൂറത്തുൽ അഹ്സാബിന്റെ അവതരണം ഉണ്ടായി. അത് കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം ഹിജ്റ 6-ാം വർഷത്തിലായിട്ടാണ് ഈ സൂറത്ത് അവതരിക്കുന്നത്. ഈ സൂറത്ത് അവതരിക്കുന്നത് ബനുൽ മുസ്തലിഖ് ഗോത്രക്കാരുമായുണ്ടായ യുദ്ധത്തിനെ തുടർന്നുള്ള സാഹചര്യത്തിലാണ്. ഇപ്പൊ രണ്ട് യുദ്ധങ്ങൾ ഇവിടെ പരാമർശ വിഷയമായി വരുന്നുണ്ട്. ഒന്നാമത്തത് അഹ്സാബ് യുദ്ധമാണ്. രണ്ടാമത്തത് ബനുൽ മുസ്തലിഖ് ഗോത്രക്കാരുമായുള്ള യുദ്ധമാണ്. അപ്പൊ ഈ രണ്ട് യുദ്ധങ്ങള് അൽ അഹ്സാബ് എന്ന സൂറത്തിന്റെ പശ്ചാത്തലമായിട്ട് അഹ്സാബ് യുദ്ധവും സൂറത്തുൻ നൂറിന്റെ പശ്ചാത്തലമായിട്ട് ബനുൽ മുസ്തലിഖുകാരുമായുള്ള യുദ്ധവും നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇത് പരസ്പരം ബന്ധമുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. പർദ്ദാവിധികള് അതിന്റെ തുടക്കം സൂറത്തുൽ അഹ്സാബിലാണ്, അതിന്റെ പൂർത്തീകരണം സൂറത്തുൻ നൂറിലുമാണ്. അപ്പോ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലും അങ്ങനെ ഒരു ചരിത്രഘട്ടത്തിലുമാണ് ഈ സൂറത്ത് അവതരിക്കുന്നത്. ഈ സൂറത്തിന്റെ ഒരു കേന്ദ്ര വിഷയമായിട്ട് വരുന്ന ഒരു കാര്യം ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിക്കപ്പെട്ട ഒരു അപവാദ ആരോപണം ആണ്. ഖദഫ് എന്ന് പറയും. ഖദഫ് എന്ന് പറഞ്ഞാൽ വ്യാജമായ സ്കാൻഡൽ പ്രചരിപ്പിക്കലാണ്, അപവാദം പ്രചരിപ്പിക്കലാണ്. വിശേഷിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും അവരുടെ ചാരിത്ര്യ ശുദ്ധിയെ സംശയിക്കുന്ന വിധത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഖദഫ് എന്ന് പറയുന്ന സംഗതി. ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലം ഈ ബനുൽ മുസ്തലിഖ് ഗോത്രവുമായുള്ള യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന സന്ദർഭത്തില് സംജാതമാവുകയുണ്ടായിട്ടുണ്ട്. അതാണ് ഈ സൂറത്തിന്റെ അവതരണത്തിന്റെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ സംഭവം ഉണ്ടാവുന്നത് ബനുൽ മുസ്തലിഖ്
ഗോത്രവുമായുള്ള യുദ്ധം കഴിഞ്ഞ് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും മടങ്ങുന്ന ഘട്ടത്തില് അവരൊരു രാത്രി പാതി വഴിയില് മദീനയോടടുത്ത ഒരു ഇടത്ത് തങ്ങേണ്ടി വന്ന ആ ഒരു പശ്ചാത്തലത്തിലാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ആക്ഷേപങ്ങൾ, ഈ അപവാദം പ്രചരിപ്പിക്കുന്നതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഗതികൾ റൈസ് ചെയ്യുന്നത്. അപ്പോ ഇതിന്റെ പശ്ചാത്തലം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. സമയം, ഈ സൂറത്തിന്റെ അവതരണത്തിന്റെ സന്ദർഭം. അപ്പോ ഈ ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപവാദ പ്രചാരണത്തിന്റെ ആ സന്ദർഭത്തിന് മുമ്പ് തന്നെ യഥാർത്ഥത്തിൽ സൂറത്തുൽ അഹ്സാബില് പർദ വിധികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്തുകൾ അവതരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സൂറത്തില് ആയിഷ റളിയല്ലാഹു അൻഹയെ പരാമർശിക്കുന്നിടത്ത് അവര് പർദ അനുഷ്ഠിച്ചിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൂറത്തുൽ അഹ്സാബില് പരാമർശിക്കപ്പെട്ട പർദ വിധികൾ, ഹിജാബിന്റെ വിധികൾ പാലിച്ചുകൊണ്ടാണ് തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരും ഉമ്മഹാത്തുൽ മുഅ്മിനൂനും അതുപോലെ സഹാബി വനിതകളും ഒക്കെ പിന്നീട് മുന്നോട്ട് പോയിരുന്നത്. അത് ഈ സൂറത്തിലെ ഖദഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം പ്രതിപാദിക്കുമ്പോൾ പ്രാധാന്യമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. അപ്പോ ഹിജാബുമായി ബന്ധപ്പെട്ട ആയത്തുകൾ സൂറത്തുൽ അഹ്സാബില് അവതരിക്കുന്നത് ഈ ബനുൽ മുസ്തലിഖ് ഗോത്രവുമായുള്ള യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഉണ്ടായ സംഭവങ്ങൾക്ക് മുമ്പാണ് എന്നത് മനസ്സിലാക്കി വെക്കൽ ഒരു ആവശ്യമാണ്. അത് നിങ്ങളുടെ മനസ്സിൽ ഒരു ആശയമായിട്ട്, ഒരു അടിത്തറയായിട്ട് ഓറിയിട്ട് വെക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് പൊതുവായിട്ട് ഈ സൂറത്തിന്റെ അവതരണത്തിന്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കേണ്ടതുണ്ട്. സമയം അല്ല ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സംഘത്തിന്റെ പൊതുവായ അവസ്ഥ ആ ഘട്ടത്തിൽ എന്തായിരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. അൽ അഹ്സാബ് യുദ്ധം, ഖന്തഖ് യുദ്ധം, അത് അന്നോളമുള്ള ഇസ്ലാമിക സമൂഹം നേരിട്ട ഏറ്റവും വലിയ സൈനികമായ ഭീഷണിയായിരുന്നു. ഹിജ്റ 5-ാം വർഷത്തില് എന്റെ അവസാനത്തില് മദീനയിലെ ഇസ്ലാമിക സമൂഹത്തെ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കേണ്ട ലക്ഷ്യം വെച്ചുകൊണ്ട്, തുടച്ചു നീക്കുക എന്ന കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകളും കുഫാറുകളും അവരുടെ സഖ്യകക്ഷികളായ ഗോത്രങ്ങളും മദീനയിലെ വിവിധ യഹൂദ ഗോത്രങ്ങൾ രഹസ്യമായും അതിനേക്കാൾ രഹസ്യമായിക്കൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ തന്നെ ഭാഗമായി കഴിഞ്ഞുകൂടിയിരുന്ന കപടവിശ്വാസികളുടെ സംഘവും ഇവരെല്ലാവരും തന്നെ കൈകോർത്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുയായികൾക്കും എതിരിൽ അകത്തു നിന്നും പുറത്തു നിന്നും ഒരുപോലെ ഭീഷണി ഉയർത്തിക്കൊണ്ടുള്ള ഈ ഏറ്റുമുട്ടലിന് വലിയ സൈന്യത്തെയുമായിട്ട് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ എത്തിച്ചേരുന്നത്. ആ യുദ്ധം പക്ഷെ അള്ളാഹുവിന്റെ അതിമഹത്തരമായ സഹായം കാരണമായി, അതിവിസ്മയകരമായ ഇടപെടൽ കാരണമായിട്ട് ആ സഖ്യകക്ഷികൾക്ക് വമ്പൻ പരാജയമായി മാറുകയും ഒരാളുടെ ജീവൻ പോലും ഹനിക്കപ്പെടാത്ത വിധത്തിൽ ആ യുദ്ധം മുസ്ലിങ്ങൾക്ക് വമ്പൻ വിജയമായി മാറുന്നു എന്നതാണ് ഖന്തഖ് യുദ്ധത്തിന്റെ പ്രത്യേകത. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു എന്ന പേരിൽ അറിയപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേർഷ്യക്കാരനായിരുന്ന സഹചാരി, അദ്ദേഹത്തിന്റെ പേർഷ്യൻ യുദ്ധ കാര്യങ്ങളെ കുറിച്ചുള്ള ധാരണ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ
ഒരു യുദ്ധോപദേശമായിരുന്നു കിടങ്ങ് നിർമ്മാണം. മദീനയില് മുസ്ലിമീങ്ങൾക്ക് നേരെ ശത്രുക്കൾ പാഞ്ഞടുക്കാതിരിക്കാൻ വളരെ വീതിയുള്ള, എന്ന് പറഞ്ഞാൽ കുതിരകൾക്കും ഒട്ടകങ്ങൾക്കൊന്നും ചാടിക്കടക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വീതിയുള്ള കിടങ്ങ് കുഴിച്ച് ചുറ്റുപാടും കിടങ്ങ് കീറിക്കൊണ്ട് ശത്രുക്കളെ തടഞ്ഞു നിർത്തുക എന്നതായിരുന്നു ആ തന്ത്രം. ആ തന്ത്രം വളരെ ഫലപ്രദമായി. വലിയ ഒരു പടുകൂറ്റൻ സൈന്യം, എല്ലാ സന്നാഹങ്ങളും അതുപോലെ അവരുടെ ആനന്ദാഹ്ലാദങ്ങൾക്ക് വേണ്ട സജ്ജീകരണങ്ങളും ഒക്കെ ആയിട്ട് വന്നു ചേർന്ന് മുസ്ലിമീങ്ങളുടെ അടുക്കലേക്ക് കാലെടുത്തു വെക്കാൻ കഴിയാതെ പോവുകയാണ് ചെയ്യുന്നത്. കിടങ്ങിനപ്പുറത്ത് ഈ വൻ സൈന്യം തമ്പടിക്കുന്നു. ദിവസങ്ങളോളം അവര് അവിടെ മുസ്ലിങ്ങളെ ഉപരോധിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. മദീനയിലേക്ക് അവർക്ക് കടക്കാൻ വയ്യ, മുസ്ലിങ്ങൾക്ക് മദീനയിൽ നിന്ന് പുറത്തു പോകാനും വയ്യാത്ത വിധത്തില് ആണ് ആ യുദ്ധം അല്ലെങ്കിൽ ആ ഉപരോധം നടക്കുന്നത്. ദിവസങ്ങൾ നീണ്ടുപോയ ഉപരോധത്തിനൊടുവില് അവരുടെ വിഭവങ്ങൾ തീർന്നു തുടങ്ങുന്നു. അതുപോലെ യുദ്ധം ഏറ്റുമുട്ടൽ നടക്കാതെ നീണ്ടുപോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ ശത്രുപക്ഷത്ത് നിന്ന് ഒരാള് ഹക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് രഹസ്യമായി രാത്രിയിൽ വന്നു ചേരുകയും അയാൾ പ്രയോഗിച്ച ചില തന്ത്രങ്ങൾ കാരണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ ഇസ്ലാമിനെതിരിൽ ചില തന്ത്രങ്ങൾ പയറ്റാൻ വേണ്ടി ചുമതലപ്പെടുത്തുകയാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അതിനെ തുടർന്ന് യുദ്ധം എന്ന് പറഞ്ഞാൽ ചില തന്ത്രപ്രയോഗങ്ങൾ കൂടിയാണ് എന്ന വിധത്തിൽ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ശത്രുക്കളെ തകർക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ചില തന്ത്രങ്ങൾ പയറ്റാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുന്നു. ആ തന്ത്രങ്ങൾ കൂടി ഫലിച്ച ഒരു ഘട്ടത്തിൽ അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായ ഒരു സഹായം അതിഭീകരമായ ഒരു പൊടിക്കാറ്റായിട്ട് വരികയും ചെയ്തു. അപ്പോ മദീനയെ ഉപരോധിച്ചുകൊണ്ട് നിന്ന ആളുകള് ഒരു നിലക്കും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധത്തില് അവരുടെ തമ്പുകളൊക്കെ പറിച്ച് സാധനങ്ങളൊക്കെ നുള്ളിപ്പെറുക്കി കിട്ടുന്നതൊക്കെ വാരിപ്പെറുക്കി അവരുടെ വാഹനങ്ങളിലേറി വേഗം സ്ഥലം വിടാൻ നിർബന്ധിതമാവുകയാണ് ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ആ അഹ്സാബ് യുദ്ധം അവസാനിക്കുന്നത്. ഇതോടുകൂടി ഒരു കാര്യം എല്ലാവർക്കും ബോധ്യമായി. മദീനയില് 5 വർഷം പിന്നിട്ട് കഴിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹം ആ നാട്ടില് വേരോട്ടം നേടിയിരിക്കുന്നു, കാലുറപ്പിച്ചിരിക്കുന്നു. ഇനി അവരെ പിഴുതെറിയുക എന്നത് മക്ക മുശ്രിക്കുകൾക്കോ അവരോടും സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഗോത്രങ്ങൾക്കോ യഹൂദ ഗോത്രങ്ങൾക്കോ ഒന്നും സാധ്യമല്ല, മുനാഫിക്കുകൾക്കോ ഒന്നും സാധ്യമല്ല എന്നൊരു കാര്യം ആരും പറയാതെ തന്നെ പറഞ്ഞ അവസ്ഥയിൽ സ്ഥാപിതമാവുകയാണ്. കാരണം ഇന്നേ വരെയുള്ള പടയൊരുക്കങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സൈനിക ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ട് ആൾബലത്തോടുകൂടി ശത്രുക്കള് വന്നു ചേർന്നിട്ടുണ്ടായിരുന്ന ഒരു യുദ്ധമാണ് അൽ അഹ്സാബ് യുദ്ധം. അത് അവര് ഇളിഭ്യരായിട്ട് രംഗം വിട്ടു പോകേണ്ടി വന്ന വിധത്തിൽ എല്ലാ നിലക്കും സാഹചര്യം ഒരുങ്ങി വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുയായികൾക്കും കണക്കിൽപ്പെടാത്ത അത്രയും യുദ്ധാർജിത മുതലുകൾ ലഭിക്കുകയും ചെയ്തിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു. കയ്യിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള പലതും യുദ്ധരംഗത്ത് വിട്ടേച്ചുകൊണ്ടാണ് ശത്രുക്കൾക്ക് ആ പൊടിക്കാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവിടുന്ന് പൊയ്ക്കളയേണ്ടി വന്നത്. വലിയ വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുയായികൾക്കും മുതൽക്കൂട്ടായി മാറിയ യുദ്ധാർജിത മുതലുകളാണ് അവരുടെ കൈകളിലേക്ക് അതിനെ തുടർന്ന് എത്തിപ്പെടുന്നത്. ഇതോടുകൂടി ഒരു കാര്യം അവർക്കൊക്കെ തീർച്ചയായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും
ഇനി സൈനികമായി പിടിച്ചു കെട്ടുക സാധ്യമല്ല എന്നതാണ് ആ ഒരു കാര്യം. ആ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകം, ലൻ തഗ്സൂക്കും ഖുറൈശുൻ ബഅദ ആമിക്കും ഹാദാ വലാകിന്നകും തഗ്സൂനഹും. ഇനി അങ്ങോട്ട് ഖുറൈശികൾ നിങ്ങളോട് പോരടിക്കാൻ വേണ്ടി വരുന്ന വിഷയമുണ്ടാവുകയില്ല. മറിച്ച് നിങ്ങൾ അവരെ നേരിടുകയും നിങ്ങൾ അവരുടെ നേരെ മുന്നേറുകയും ചെയ്യുന്ന പോരാട്ടങ്ങളെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഘട്ടത്തിൽ പറഞ്ഞത്. ഇതുവരെ ഖുറൈശികൾ നിങ്ങൾക്കെതിരെ പോരടിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് അവസാനിച്ചിരിക്കുന്നു. ഇനി അവർക്ക് വരാൻ സാധ്യമല്ല. ഇനി നിങ്ങളുടെ മുന്നേറ്റമാണ് ഉണ്ടാവുക, അവർക്ക് എതിരിലുള്ള നിങ്ങളുടെ മുന്നേറ്റം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഘട്ടത്തിൽ പറയുകയുണ്ടായ കാര്യം. ഈ സൂറത്തിന്റെ ചരിത്ര പശ്ചാത്തലവും അവതരണ പശ്ചാത്തലവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള സെഷനുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.